1992 SLC ബുക്ക് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ഇത് 1992 ഉപ്പച്ചീന്റെ എടുക്കുന്നില്ല. ഇതുണ്ടോ 2012 ആയപ്പോ SLC ബുക്ക്. ഹായ് ഗായ്സ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഒന്നും ചെരുപ്പിടാതെ ഇവിടെ ഭയങ്കര ചൂട്. അപ്പം എന്നും വിചാരിക്കും ഇനി ഡെയിലി വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന്, പക്ഷേ പറ്റാറില്ല. ഞാൻ മടിയനായതുകൊണ്ട്, പ്രത്യേക സാഹചര്യം കൊണ്ട്. അപ്പോൾ അതാ ഇന്നതാ ഇവിടെ എല്ലാവരും ചായ കുടിക്കുകയാണ്. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അമ്മ? എന്ത് വീഡിയോ എന്ന് ഇടണ്ട അമ്മ പറയൂ. ഇന്നെന്താ SLC അല്ലല്ലോ? ഇന്ന് SLC റിസൾട്ട് വന്നു ദിവസം ഗൈസ്. ഈയൊക്കെ SLC പഠിക്കുമ്പോ അല്ല ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങോട്ട് കൊണ്ട് നടന്നു. എന്റെ SLC ബുക്ക് അഞ്ചെടുത്തല്ലോ അവർക്ക്. ഓ നല്ല മാർക്കുണ്ട്. അത്ര കിട്ടും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് ഫുള്ള് ഏകദേശം A+. അത് പറയല്ലേ, രസം പോയില്ലേ. ഇവിടെ നമ്മളെ പോരേല് പിന്നെ ഭാവിയും ഞാനും പിന്നെ എന്നെങ്ങാട്ട് പഠിക്കാനും ഭാവി, അതായത് എൻ്റെ പെങ്ങള്. ഓളിൻ്റെ താത്തല്ല കേട്ടോ, ഓളിൻ്റെ അനിയത്തിയാണ്. കുറെ എണ്ണം ഞാൻ ഓളിൻ്റെ താത്ത വിചാരിച്ചിരിക്കുകയാണ്. ഓളിൻ്റെ അനിയത്തിയാണ്. അപ്പം ഓള് 1.5 വയസ്സിന് വ്യത്യാസമാണ് ഞാനോളൂ. ഞാൻ 95 മോഡലും ഓള് 96 നവംബർ മോഡലും. അപ്പം ഞാൻ 95 മാർച്ച് മോഡലാണ്. ഓക്കെ, അപ്പോൾ ഓളാണ് പഠിക്കേണ്ടത് ആ സമയത്ത്. ഞാൻ 2012 SLC ചെയ്തത് അല്ലേ അമ്മ? അല്ലേ, 2012 SLC ചെയ്തുമ്പം പിന്നെ എല്ലാവരും വിചാരം ഓള് ഭയങ്കര പഠിത്താണ്, ഓക്കായിരിക്കും മാർക്ക് കൂടുതൽ. ഞങ്ങളെ കുടുംബത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കുള്ള വ്യക്തി അല്ലേ? കുടുംബത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കല്ലേ ആ സമയത്ത് കേട്ടോ. ഇപ്പൊ എല്ലാം പോയിണ്ടാവും. 2012 അവസ്ഥ എന്ന് പറഞ്ഞാല് SLCക്ക് വിജയം എന്നൊക്കെ പറഞ്ഞാല് 80% 70% അങ്ങനല്ലേ? അത് പറയല്ലേ, പറയാ എല്ലാരോടും പറയാ. ഭാവി എവിടെ? അന്റെ ഉമ്മാനെ വിളിച്ചിരുവാ ഭാവി. SLCന്റെ റിസൾട്ട് പറയുന്നോണ്ടായിരിക്കും. ഒരു മിനിറ്റ് ഗൈസ്, സോറി ഗൈസ്, എനിക്കൊരു കോള് വന്ന് കണ്ണാപ്പി വിളിച്ചതാണ്. അപ്പൊ കോള് കട്ടായി അല്ലേ? എവിടെ അന്റെ മമ്മി? എവിടെ അന്റെ മമ്മീനെക്കാട്ടി കൂടുതൽ മാർക്ക് എനിക്കുണ്ട്, എനക്കറിയോ? അങ്ങനെ കഴിച്ച് SLCക്ക് പിന്നെ ഞാൻ അങ്ങനെ പഠിക്കാത്ത കൂട്ടത്തിലുള്ള ടീമായിരുന്നു. നമ്മളെ കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. അപ്പം ഞാൻ ജയിക്കുന്ന ടീച്ചർമാരും വിചാരിച്ചില്ല, ഉമ്മ വിചാരിച്ചിനോ ഞാൻ ജയിക്കുന്നു? മാർക്ക് വാങ്ങുന്ന ഞാൻ വിചാരിച്ചില്ല. ഇല്ല, ജയിക്കുന്ന ഞാൻ വിചാരിച്ചിനോ? ടെൻഷനേനോ? ഇപ്പൊ ഞാൻ ജയിക്കുന്നു വിചാരിച്ചിനോ? പക്ഷെ ഇത്ര മാർക്ക് പഠിക്കുന്നു വിചാരിച്ചു. എല്ലാരും ജയിച്ചിക്കണ്. ഇവിടെ നമ്മളെ പോലെ 3 മക്കളാ ഉള്ളത്. അതില് ഏറ്റവും മാർക്ക് SLCക്കും +2നും ഡിഗ്രിക്കൊക്കെ എനിക്ക് തന്നെയാണ്. പക്ഷെ ഞാൻ ഡിഗ്രി ജയിച്ചിട്ടില്ല. പെങ്ങളെ ഡിഗ്രി ഉണ്ട്. ഓക്കെ, ഓളെല്ലാത്തിനും പാസ്സാക്കി ഡിഗ്രി. ഓള് കാർഡിയൊക്കെ പഠിച്ചത്. പക്ഷെ ഈ പോരയിൽ ഏറ്റവും സക്സസ്ഫുൾ ആരാണ് പറയൂ? യാത്ര അങ്ങനല്ല, ഈ പോരയിൽ ഏറ്റവും വരുമാനം വാങ്ങണ ആരാണ്? വരുമാനം വാങ്ങണേ ഞാൻ തന്നെ. അല്ലേ, പഠിപ്പിലൊന്നല്ല കാര്യം. ഇവിടെ ഒരു മടിച്ചുണ്ട് തള്ള. അതായത് ഞാൻ പറയാ പഠിപ്പില് കാര്യമുണ്ട്, പക്ഷെ അവനോട് ഇഷ്ടമുള്ള കാര്യം എന്നോട് പറഞ്ഞീനോ. എന്ത് ഭാവിയെ നമ്മള് മൈസൂർ കൊണ്ടുപോയി പഠിപ്പിച്ചത്, ഇവനെ ഇവിടെ ലക്കിടി കൊണ്ടുപോയി ചേർത്തി. എന്നോട് ഒരു വാക്ക് പറഞ്ഞോ, ആൺകുട്ടികളെ ഉമ്മാക്ക് ദൂരെ കൊണ്ടുപോയി വിടരുതോ. പക്ഷെ ഓള് ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല. ഭാവി ഇവിടെ കോഴ്സ് വരെ എടുത്തിട്ട് ഓള് ജോലിക്ക് എല്ലാം ഇന്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞതോള്. പക്ഷെ അവള് മടിച്ചാണ്. ഓളില്ലാത്തോട്ടോ പറയുന്നത്. ഓളുണ്ടാ സംഭവിക്കില്ല. പഠിപ്പിച്ച് എത്ര ലക്ഷം ചെലവായിന്നറിയോ? അത് പറയാൻ പറ്റില്ല, അത്രയും ലക്ഷം ചെലവായിന്. ഇപ്പോൾ ജോലിക്ക് പോകാത്തോണ്ട് ആ പൈസ എനിക്ക് തിരിച്ചു തരണം. ഓള് മടിച്ചിട്ട് പിന്നെ പല വീട്ടിലും പെൺകുട്ടികളെ ജോലിക്ക് വിടുന്നില്ല എന്നാണ് പരാതി. പക്ഷെ ഇവിടെ ഓളെ പണിക്ക് വിട്ടിട്ട് പോലും ഓള് പോകുന്നില്ല. അത് ഉമ്മ ജോലിക്ക് പോകണമെങ്കിൽ നാളെ കൂടെ ഞാൻ ഉമ്മാനെ ജോലിക്ക് അറിയോ? പൈസ മാത്രല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ജോലി ആവശ്യമാണ്. എല്ലാവർക്കും ഒരു ജോലി ആവശ്യം. പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ജോലി അത്യാവശ്യമാണ്. നിന്റെ ജോലിയല്ലേ ഇത്? ഞാൻ ജോലി 24/7 ഇവിടുന്ന് എടുത്തോണ്ടിരിക്കും. സർക്കാരിന്റെ ജോലി കിട്ടാൻ മാത്രമേ സർക്കാർ ജോലി വിചാരിക്കണുള്ളൂ. അതല്ല, ജോലി എല്ലാം ജോലി തന്നെയാണ്. എന്ത് പണിക്ക് പോകണമെങ്കിൽ അത് ജോലി തന്നെ. ഇവന് എന്തായാലും ഓന്റെ രീതിയിലുള്ള
ഓന്റെ ഇത് ചെയ്യുന്നുണ്ട്. യെസ്. അതിൽ നമ്മള് സന്തോഷം. ഈ ഒരു പ്രായത്തിൽ ചെറുപ്രായത്തിൽ ചെറുപ്രായത്തിൽ 27 രാജ്യത്ത് പോയി കറങ്ങി വന്ന് പിന്നെ നല്ലൊരു ജോലിയുള്ള പെണ്ണിനെ കിട്ടി. പെണ്ണിന്റെ കാര്യം പറയാൻ ഞാൻ ആദ്യം എന്റെ മനസ്സിൽ വിചാരിച്ചിരുന്നു ഇവർക്കൊക്കെ അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടും. പടച്ചോര് ഇമ്മ പിന്നെ ഇത് ഓളെ വീട്ടുകാർ ഈ വീഡിയോ ഒക്കെ കാണും. അങ്ങനല്ല ആ ജോലിയുള്ളത്. ഞാൻ അന്നും വിചാരിച്ചിരിക്കണേ ഞാൻ ഒക്കെ നല്ലൊരു കുട്ടിനെ കിട്ടുന്നു. എന്റെ മനസ്സിൽ വിചാരിച്ചതൊക്കെ സാധിച്ചു. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടിയ കുട്ടി നല്ലതാണെന്നാണ് ഡാഡി. നിങ്ങൾ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേ. നിങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നതുകൊണ്ട് മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണം. അതാ അമ്മനെ വിളിക്കുന്നത്. അമ്മനെ വിളിച്ചിട്ട് വാ. അപ്പൊ നമുക്ക് ഭാവിന്റെ SLC ബുക്ക് ഇവിടെ ഉണ്ടോ? ഭാവിന്റെ ഇല്ല, ഇന്ത്യൻ ഉണ്ടാവും അല്ലേ? ഇന്ത്യൻ തപ്പി എടുത്തിട്ട് അലമാറയിലുണ്ടാവും അല്ലേ? ഉപ്പച്ചി SLC ബുക്ക് ഉണ്ടോ അവിടെ? ഉപ്പച്ചി 2 പ്രാവശ്യം SLC പരീക്ഷ എഴുതി. ഉപ്പച്ചി 3 വട്ടം തോറ്റ്. എന്റെ എത്ര മാർക്കാണ് ആകെയാ? 96 മാർക്ക് ആണ്. അന്നൊക്കെ 210. ഞാൻ പഠിക്കുമ്പോ 210 മിനിമം 210 കിട്ടിയാലേ ജയിക്കുള്ളൂ. 90 SLC മാർക്ക് എത്ര? 90 മാർക്കോ? 96. എത്ര വട്ടം SLC? 196. ആദ്യം 196 കിട്ടി, അത് തോറ്റി. എന്നിട്ട് രണ്ടാമത് ട്യൂട്ടോറിയൽ പോയി എഴുതി 4 മാർക്ക് പിന്നെയും കുറഞ്ഞു. അതോട് നിർത്തി പരിപാടി. 2 വട്ടം SLC തോറ്റി. ഉമ്മ എത്ര വട്ടം തോറ്റി? പഠിക്കാൻ പോകില്ല. ഉമ്മ എത്ര വട്ടം തോറ്റി വരി? ഞാൻ 1 പ്രാവശ്യം തോറ്റുള്ളൂ. ഞാൻ തോറ്റു. ശരിയാ. SLC വരെ പരീക്ഷ എഴുതി പിറ്റേത്തെ കൊല്ലം കല്യാണം ആക്കി. തോറ്റോണ്ട് കെട്ടിച്ചേച്ചി. എന്റെ ഉപ്പ അന്നേരം അങ്ങനെയാ, തോറ്റാ കെട്ടിച്ചോളൂ. ഉമ്മാനൊക്കെ എന്ന് ശൈശയ വിവാഹം അല്ലെ? 17-ാം വയസ്സിലാണ് ഉമ്മ കല്യാണം കഴിച്ചത്. ആണ്. 17 വയസ്സ്. അതൊക്കെ പണ്ട് 1994 കാര്യം പറയണ കേട്ടോ. 92 എക്സാം എഴുതിയത്. 93 94 കല്യാണം. അപ്പൊ ഉപ്പച്ചിക്ക് ഉമ്മ 17-ാമത്തെ വയസ്സിൽ തന്നെ ഉമ്മന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. ഉപ്പച്ചിക്ക് കല്യാണത്തിന് ഉപ്പച്ചി കിളവനായിരുന്നു. 27 ഞാൻ ഗൾഫിൽ പോയി. 2 കൊല്ലം അവിടെ വരാൻ പറ്റാതായി. അങ്ങനെ 2 കൊല്ലം കൂടി. അല്ലെങ്കിൽ 25-ാമത്തെ വയസ്സ് കല്യാണം കഴിയുന്നത്. ഇപ്പച്ചിന് SLC ബുക്ക് ഉണ്ടോ? ഉണ്ട്, കാണിച്ചില്ല. കാണിക്ക് എന്തായാലും ഇത്ര ആയില്ലേ, അത് കാണിക്ക്. പിന്നെ ഇവിടെ എനിക്ക് കാണിക്കാൻ മടിയില്ല. പിന്നെയാണ് എടുക്കുമ്മ ഉപ്പച്ചിന്റെ SLC ബുക്ക് ഞാൻ എന്റെ SLC ബുക്ക് എടുത്തിട്ട് വരാം. ഉപ്പച്ചിന്റെ SLC ബുക്ക് എടുത്തിട്ട് രഹസ്യമായിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ആരും കാണില്ല. പക്ഷെ അന്നെക്കാൾ വിവരമുണ്ട് എനിക്ക്. ജനറൽ നോളജിൽ ഞാൻ ഉഷാറാ. എന്നാലേ SLC ബുക്ക് എടുക്കി, നമുക്ക് നോക്കിട്ട് വരാം. വരി എല്ലാവരും പറഞ്ഞാൽ മാത്രമാണ് ഉപ്പച്ചി എടുക്കാണ്. SLC ബുക്ക് എടുക്കണം. കമോൺ, ഉള്ളിൽ കയറി. ഇവിടെ ഭയങ്കര കാറ്റും. SLC ബുക്ക് എടുക്കണം. നമ്മള് വാ 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 വാ. ഭാവി അതാ റീൽസ് കണ്ടിരിക്കണേ. അന്റെ ഉമ്മ അതാ റീൽസ് കണ്ടിരിക്കണേ. ഇത് പിടിക്കുന്നു. വെരി ഉമ്മാന്റെ SLC ബുക്ക് എടല്ലേ? മൈക്ക് ശ്രദ്ധിക്കണേ. ഉണ്ടോ? ഉമ്മാന്റെ SLC ബുക്ക് ഉണ്ടോ? തോറ്റവർക്ക് എന്താ SLC ബുക്കാ? തോറ്റാലും SLC ബുക്ക് വരും. അത് ശരി. എന്നാ അപ്പച്ചിന്റെ ഉമ്മാന്റെ ആദ്യം എടുക്കേ നോക്കട്ടെ. ഇന്നാണല്ലോ SLC റിസൾട്ട് വന്ന ദിവസം. അപ്പൊ SLC ബുക്ക് നോക്കട്ടെ എല്ലാരും. ഇവളാണ് ജോലിക്ക് പോവാതിരിക്കുന്ന ആൾ. റീൽസ് കണ്ടിരിക്കുക. നമ്മ അത് മൈക്ക് പിടിക്കുമ്പോ നിങ്ങൾ മൈക്ക് പിടിച്ചിട്ട് വേണം നടക്കാൻ. ഈ പണിക്ക് പോണില്ല. എന്തുകൊണ്ട് പണിക്ക് പോകുന്നില്ല? ഇവിടെ ഓരോ പെൺകുട്ടികള് പിന്നെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ഫാമിലി പണിക്ക് വിടുന്നില്ല എന്നുള്ള പ്രശ്നം. പിന്നെ അതൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലും വ്യക്തിപരമായ കാര്യമാണ്. അല്ല, എന്തുകൊണ്ട് പോണില്ല? അത് പേഴ്സണൽ ആണ്. ഓക്കെ ദാറ്റ്സ് ഇറ്റ്. ആ ഉത്തരം കിട്ടി. മടിച്ചതുകൊണ്ടല്ല. അല്ല എന്താ തിന്നുകണേ? എന്തുണ്ട് ചുണ്ടിലൊക്കെ? എന്തൊക്കെയോ കഴിച്ചിക്കണേ. അന്റെ SLC ബുക്ക് എവിടെയല്ലേ? മേപ്പാടി ഉള്ളത്. അതാ ഗൈസ്, ഉമ്മാന്റെ SLC ബുക്ക് വന്നിരിക്കുകയാണ്. ഈ ക്യാമറ ഇതൊന്ന് ക്യാമറ പിടിക്ക്. ഇതാ ഉമ്മ വരി, ക്യാമറ നല്ലോണം പിടിക്കേ. വരി ഇങ്ങോട്ട് വെളിച്ചത്തോട്ട് വാ. ഞാൻ വിചാരിച്ചു ഉമ്മക്ക് SLC ബുക്ക് ഇല്ലാന്ന്. വാ. ഇതാ 1992 SLC ബുക്ക് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ഇത് 1992 മാർച്ചിൽ എഴുതിയത്. 17 വയസ്സിൽ നിക്ക്. 92 15-ാമത്തെ വയസ്സിൽ എഴുതി. 97 കല്യാണം കഴിഞ്ഞ് 17-ാമത്തെ വയസ്സിൽ. ഇത് പറഞ്ഞു കൊടുക്കട്ടെ. സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ആണോ? പിന്നെ റംല അറക്ക.
ഇതാണ് രജിസ്റ്റർ നമ്പർ അന്നത്തെ കേട്ടോ ഉമ്മാന്റെ ഇതാ ഇപ്പത്തെ SLC ബുക്ക് ഒന്നും ഇങ്ങനല്ല. ഇതാ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി. അതല്ലടാ ഇത് SLC ബുക്കാണ് നമ്മളെ ടൈപ്പ് അല്ല. മലയാളം ഓരോ സബ്ജക്റ്റിനും എന്തത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, ബേസിക് മാത്തമെറ്റിക്സ്. ഇത് നമ്മളെ സ്റ്റൈലല്ല, നിങ്ങളെ പോലെയല്ല നമ്മളത്. ഇതില്ലേ ഇത് പിന്നെ കാക്കല പരീക്ഷ, അറക്കല പരീക്ഷ, എല്ലാ പരീക്ഷന്റെ ഉണ്ട്. ഉമ്മ തോറ്റത് എവിടെ കാണിക്കുന്നത്? ലാസ്റ്റ് ആയിരിക്കും. ഇതാണ് കറക്റ്റ് ഇപ്പോഴാണ് കാണുന്നത്. ഇതാ ഫെയിൽഡ്. ഉമ്മ തോറ്റെന്നുള്ളത് ഇവിടെ. ഉമ്മ ജയിച്ചിട്ടൊന്നുമില്ല. ഞാൻ ജയിച്ചിട്ടുണ്ട്. ഞാൻ പണിക്ക് പോയില്ല ഇപ്പൊ. ഞാൻ പോകുന്നു. ഉമ്മ ഫെയിൽഡ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതാണ് പണ്ടത്തെ SLC ബുക്ക് കേട്ടോ. 1998 SLC ബുക്ക്. ഉപ്പച്ചീന്റെ എടുക്കുന്നില്ല. ഉപ്പച്ചി എന്താ വെട്ടിനുള്ളിൽ? അത് മോശമാണ്. ഉപ്പച്ചി SLC എഴുതിയ വർഷങ്ങൾ എന്ന് പറയും. എന്തൊക്കെ പറഞ്ഞോ മാർക്ക് കുഞ്ഞാമക്കൾ 84 അതെ സെയിം തന്നെ. എനിക്ക് 2 SLC ബുക്ക് ഉണ്ട്. 2 പ്രാവശ്യം എഴുതിയില്ലേ? ശരി, നിങ്ങൾ 84 എഴുതിയ അപ്പൊ ഞാൻ 5 കാണിക്കണം. അല്ലേ മോശം. ഞാൻ 1990 ഗൾഫിൽ പോയി. അപ്പൊ അതിന് മുന്നല്ലേ ഒക്കെ നടന്നത്. അപ്പൊ എന്റെ കൂടെ ഭാവി ഉപ്പച്ചും വാ. എന്ത് അത് ഉപ്പച്ചി തപ്പിക്കോട്ടെ. എന്റേത് റൂമൊക്കെ കാണിക്കുന്നതിന് ഉമ്മ മൈക്ക് ഉമ്മ വാ. ഉമ്മ വാ. ഉമ്മ വരണം. ലൂയിനെ ഉപ്പച്ചി എടുത്തോളൂ. ഞാൻ എന്റെ റൂമിലോട്ട് പോവാണ്. അവിടെയാണ് എന്റെ SLC ബുക്കുള്ള ആൺകുട്ടികളെ റൂമൊക്കെ അങ്ങനെ തന്നെ. റൂമ് അയ്യേ എന്താണ് കുഞ്ഞാവേ, നിങ്ങൾ എന്തിനാ എന്റെ റൂമിലോട്ട് നോക്കണത്? ഇത് ഇന്നലെ വിരിച്ചിട്ട് പോയതാ. ഓക്കെ. എന്താണ് എന്താ അതിന്റെ ഒരു കോലിങ്ങനെ? എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളത്. ഓന് പൂരം കളിക്കണ്ടല്ലേ? ഹലോ, അതെന്റെ കഴിവാണ്. ഇല്ലാതെ നിങ്ങളെ പോലെ എന്തേലും കളിക്കാഞ്ഞത്? ഈ ജാപ്പനെ നോക്കി കുത്തിട്ടേ. ഓള് പ്രേമിക്കാൻ പോയി. ഭാവി പ്രേമിച്ച് കല്യാണം കഴിച്ചാ. ഓള് പ്രേമിക്കാൻ പോയി. ഞാൻ പഠിച്ച് എന്ത് 9ാം ക്ലാസ്സിൽ പ്രണയിക്കുന്നു. ഭയങ്കരമായി പോയി. ഒടുക്കത്തെ കഴിവ്. ഇതുണ്ടോ 2012 ആയപ്പോ SLC ബുക്ക് 1 2 3 4 5 A+, 4A ഒരു B+, സോഷ്യൽ. ഇതാണ് എന്റെ SLC ബുക്ക്. ഞാൻ ജയിക്കുന്ന ഇവരാരും പ്രതീക്ഷിച്ചില്ല. ഭാവിക്ക് എത്ര A+ പറയും? എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഭാവിക്ക് 3 A+, പിന്നെ ഒരു C ഉണ്ട്, ഒരു B+ ഉണ്ട്. എന്തായാലും അന്നങ്ങാടി മാർക്ക് പ്ലസ് ടു റിസൾട്ട് വരുന്നത് എനിക്ക് ആയില്ല. 3 കൂട്ടിക്കോ. ഞാൻ പറഞ്ഞ 3 A+, ക്യാമറ 4 Aയും 2 B+, ഒരു Bയും. അങ്ങനെ തോന്നുന്നു. 10 നോക്ക്. അങ്ങനെ എന്തോ ആയി. ഇവിടുത്തെ മയിലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ മയിൽ ഇവിടെ ഇല്ല. മയിലായിരുന്നു അവിടെ. ഒന്ന് കാണിക്കാം. ഒന്ന് സൂം ചെയ്ത് ചെറുക്കിട്ട് ക്യാമറ റെഡി. മയിലാശാൻ അവിടെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ കാണൂല. പിൻ പോയിന്റിലേ കാണുള്ളൂ. അതാ മയില് നമ്മളെ പുരയില് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വയനാട്ടിലായതുകൊണ്ട് ടൂറിസ്റ്റ് സ്പോട്ട് പോലെയാണ്. കണ്ടോ? ഓക്കെ. അപ്പം എനിക്കാണ് മാർക്ക് കൂടുതൽ. ഇനി ഉപ്പച്ചീന്റെ SLC ബുക്ക് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ല, ഉപ്പച്ചിക്ക് കാണിച്ചു കൊടുക്കാൻ. ഉപ്പച്ചീന്റെ കൂടി കാണിക്കട്ടെ. നമുക്കൊരു റീൽസ് ഉണ്ടാക്കിയത് വെച്ചിട്ട് എല്ലാരും കാണാം. എവിടെ ഉപ്പച്ചീന്റെ എവിടെ എടുത്തില്ലേ? അരെ
എന്നാലേ ഒരു കാര്യം പറയട്ടെ, എന്റെ SSLC ഒക്കെ എടുത്തില്ല. ഞാൻ പണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ വായകൃഷിക്ക് വേണ്ടിട്ട് 10,000 രൂപ ലോൺ വാങ്ങിയത്. SSLC ബുക്ക് വെച്ചിട്ടാ വാങ്ങിയത്. SSLC ബുക്ക് വെച്ചിട്ട് ലോൺ കൊടുക്കുന്ന ഏത് ബാങ്കുകാരാ? ഞാനത് അറിയാൻ വേണ്ടിട്ട് അന്ന് ഇതൊന്നുമില്ലല്ലോ. മൈക്ക് അന്ന് ആധാറും ഗീതാറൊന്നുമില്ല, ഐഡന്റി കാർഡൊന്നും ഇല്ല. അപ്പൊ ഞാനന്ന് തെളിവിന് ഞാനത് 18 വയസ്സാകുന്നില്ലുള്ളൂ. അപ്പോ ആ തെളിവിന് ഏത് ബാങ്കിൽ നിങ്ങൾ ലോൺ വെച്ച്? നെടുങ്ങാടി ബാങ്ക്. അവർക്ക് എല്ലാവർക്കും നെടുങ്ങാടി ഇപ്പൊ ഇല്ല ബാങ്ക്, അത് ഇല്ലാതായി പോയി. അന്ന് ഞാന് അത് കാണിച്ചു കൊടുത്തിട്ടാണ്. അപ്പൊ ഇപ്പച്ചിന്റെ SSLC ബുക്ക് ഞാനൊരു 10 കൊല്ലം മുന്നേ കണ്ടിരുന്നു ഇവിടുന്ന്. പണയം വെച്ചല്ല, അത് റിക്കാർഡ് ഇപ്പച്ചിന്റെ SSLC ബുക്ക് കണ്ടിട്ടുണ്ട്. അന്ന് ഒന്ന് തപ്പി നോക്കി, ഒന്ന് തപ്പി നോക്കട്ടെ. തപ്പി സമയമില്ല. എന്റെ കോലം ഉപ്പച്ചീന്റെ കൂടെ തപ്പി എടുക്കട്ടെ. അപ്പൊ ഗൈസ്, ഉപ്പച്ചീന്റെ SSLC ബുക്ക് കൂടി കിട്ടിയിരിക്കുകയാണ്. പക്ഷെ തുണ്ടം അയക്കുന്നത് ഇതാ 4 പീസ് അയക്കുന്നത്. ഉപ്പച്ചീന്റെ മൈക്ക് ഇപ്പൊ ഓക്കെ. ഇത് രണ്ടാമത് എഴുതിയതാണ്. ഇത് 1988 എഴുതിയതാ. 88 രണ്ടാമത് SSLC എഴുതി. ഏതെങ്കിലും എക്സാം എഴുതിയാ വേണ്ടേ? അത് രണ്ടാമത്താണ് അങ്ങനെ ചെയ്തോളൂ. ഫെയിൽഡ്. നിരത്തി തോറ്റിക്കണ കൈ. ഇതാണ് SSLC ബുക്ക്. മാർക്ക് അടിക്കണ്ട, മാർക്കൊന്നും ഇല്ലെന്നേ. SSLC ബുക്ക് 1966 ജനിച്ചാണ് അല്ലേ? ജനിച്ചതാ. എവിടെ എഴുതിയത്? 83 എഴുതിയത്. 6, 13, 11, 24. ഇത് എത്രയില്? 50 അല്ലേ? 50 കുഴപ്പമില്ല. പിന്നെ അന്ന് മുതലേ മാർച്ചിലാട്ടോ എക്സാം. മാർച്ചിൽ തന്നെ 1983 ഇതാ ഫെയിൽഡ്. ആ കൂടി 66 മാർക്കാണ് മേടിച്ചത്. 400-ൽ 66 മാർക്ക്. 210 ഇല്ല, 600-ലാണ് മാർക്ക്. ഓക്കെ, 600 ഫസ്റ്റ് ക്ലാസ് ഏറ്റവും ടോപ്പ്. എല്ലാം 210 മതി. ഒന്നും ഇല്ലാതൊക്കെയാണ് മാർക്ക്. വെറും മണ്ടനായിരുന്നു പഠിക്കുന്നത്. അന്ന് ഫുള്ള് സമരത്തിലേ ഞങ്ങളൊക്കെ. കേക്ക് ഭാവി ലൂയിനല്ലേ എടുക്കണ്ടേ? അന്നൊക്കെ നമ്മള് ഫുൾ സമരത്തിന്റെ ആൾക്കാരേന്. ഇവരൊക്കെ ഫുള്ള് നിങ്ങളെ കൽപ്പറ്റുന്ന ഒരു ഗ്യാങ് ഉണ്ട്, 10-12 ആള്. ഞങ്ങള് പോയ ശേഷമാണ് അവിടെ സമരം തുടങ്ങിയത്. എവിടെ? ഏത് കോളേജ് സ്കൂളിലാണ് പഠിച്ചത്? അത് SSLC മുട്ടിൽ സ്കൂൾ ഡബ്ല്യു മോലി. ഉപ്പച്ചീന്റെ 6 മക്കളിൽ ആരൊക്കെ ജയിച്ചു? പിന്നെ വന്ന് കുഞ്ഞാപ്പ കഴിച്ച്, സലാം ജയിച്ചിട്ടുണ്ട്. സലാം ഇവിടെ കോളേജ് പോയി, ഗവൺമെന്റ് കോളേജ്. പിന്നെ സിനിമക്ക് ജയിച്ചിക്കണോ ഇല്ല തോന്നുന്നു. അങ്ങനെയൊക്കെ എന്താണ് ഇതൊക്കെ നോക്കണം. അതൊക്കെ എന്റെ KSRTC വർക്ക് ചെയ്ത സാധനങ്ങളാ. അതൊന്നും ഈ കാണിക്കണില്ല. സർട്ടിഫിക്കറ്റ് വേറെ സർട്ടിഫിക്കറ്റ് കുറെ ഉണ്ട് കാണിക്കാൻ. അത് നമുക്ക് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇന്ന് SSLC ആണ്. ഇന്ന് SSLC റിസൾട്ട് വന്ന ദിവസമാണ്. അവിടെ SSLC ആണ്. അപ്പം ഈ ഇങ്ങോട്ട് വാ. ഇത് വേറെ വീഡിയോ എടുക്കാൻ. ഇതെന്താ പിടിക്കുമ്പോ ഒരാളെങ്കിലും ഒരു മൈക്ക് പിടിക്കും. ഞാനിത് എങ്ങനെ പിടിക്കാം? ഭാവി പറഞ്ഞൊന്നും കേൾക്കണ്ടാവില്ല ഭാവി. കാരണം അപ്പം കുഞ്ഞാവിന്റെ പഴയ ഗോൾ നോക്കി ഇത് അക്കു, ഇത് ഞാന്, ഇത് ഭാവി. അപ്പൊ അന്ന് ഭാവി ഭയങ്കര ഹൈറ്റ് ആയിരുന്നു ഗൈസ്. ഇന്ന് ഭാവിനെ ഞാൻ തോപ്പിച്ചു. ഇവിടെ കുറഞ്ഞതിനല്ലേ മുന്നേ ഈ കാണുന്നുണ്ടോ? റോസ്റ്റ് ആയിഷമ്മയെ തടിച്ചിട്ട് ഞാനാ കുഞ്ഞാനോക്ക് ഞാൻ നോക്ക് കണ്ടാ. ഇതിലിപ്പോ എല്ലാരും കല്യാണൊക്കെ കഴിഞ്ഞു മക്കളെ. ഒന്നൊരു ഫോട്ടോ എടുത്ത് മുന്നീന്റെ ഫോട്ടോ എനിക്ക് മുന്നീന്റെ ഫോട്ടോ ഭാവി ഇപ്പൊ എടുത്തിട്ട് കൊണ്ടുവരും. ഈ ഞാൻ പറഞ്ഞില്ലേ ഈ കൊരങ്ങത്തിന് ലുക്ക് ഉണ്ട് പറഞ്ഞേ ഓള്. ഇവളോ ഒന്നിച്ച് മൈസൂർ പഠിച്ചതാ. ഓളിപ്പോ ജോലി ചെയ്യുന്നത്. ഓള് കുവൈത്തിലെവിടെ? ബഹറില്ലേ? അതാണ്. ഞാൻ മരിക്കോളും ഞാൻ പറയൂ. എന്ത് ജോലിക്ക് പോകണ്ടേ? ജോലിക്ക് പോകാത്തോണ്ട് അതെന്താ ടൈം ഒന്നുമില്ല. ജോലിക്ക് പോകാം. ഓക്കിപ്പോ 29 വയസ്സല്ലേ? ജോലിക്ക് പോകാം. നാളെ ജോലി കിട്ടും.
കൊറേ ഫോളൊന്നും മനസ്സിലാവുന്നില്ല. ഇവളാണത്. അവളാണത്. ഇത് പുട്ടിയിട്ടത്. പുട്ടിയിടാത്തതുണ്ടോ? ഇടാത്തത് പുട്ടിയിടാത്തത് അന്ന് അപ്പോഴും ഉണ്ടല്ലോ ഒരു കുറങ്ങത്തി ലുക്ക്. ആ ഓക്കെ ഓക്കെ സൂപ്പർ സൂപ്പർ. ഇനിയിപ്പം മുന്നിൽ ഇന്ന് രാത്രി വിളിക്കും. ഓയ് ഓയ് കാക്കേ, എന്താ പറയാനുള്ളത്? മാമന്റെ ബൈക്ക് നോ. കട്ടില്ല ഉറക്കം വരുന്നുണ്ടാവും. മൈക്ക് നശിപ്പിച്ചാല് മോനവിടെ കിടക്കുന്നുണ്ട്. അല്ല ഓക്കെ വരട്ടെ വരട്ടെ. 3 ഉസ്താമാര് കയറി വരുന്നുണ്ട് ഗൈസ്. എന്തിനാണെന്ന് അറിയില്ല. പിന്നെ പിരിവോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഉമ്മയായിരിക്കും പിരിവിന്റെ ആൾക്കാർ കേട്ടോ. നിങ്ങൾ കറക്റ്റ് ടൈമില്ല നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ കയറി വന്നത്. വലൈക്കും സ്ലാം. എന്താ പരിപാടി? എന്നാ ഇന്നോ? എന്നിട്ട് ഇപ്പോഴാണ് നിങ്ങൾ വിളിക്കാൻ വരുന്നേ? ഇവര് നല്ല ടീമാ കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാവോ? എന്താ ഞമ്മക്കെ കിട്ടുവോ? അല്ല എന്നാ ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ ഇന്ന് അല്ലേ? പക്ഷെ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ മറ്റന്നാൾ ഈ ഫുഡ് കഴിക്കാൻ. പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ടാ? എനിക്കുള്ള ആശീർക്കാന്ത് കൊടുത്താക്കണേ. എന്താ ഫുഡ്? ഫുഡ് എന്ന് മാത്രമേ ഉള്ളൂ. 2 സലാത്ത് വല്ലതൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സാധന. എന്ത് ഫുഡ്? അല്ല കുഷ്ക. ഇവരെ കല്യാണ ഫോട്ടോ ഉണ്ടല്ലോ. ഇതിനെന്താ പിരിവുണ്ടോ? പിരിവുണ്ടോ ഇതില്? വരും. ഓക്കെ അവിടെ ആളില്ലാന്ന് തോന്നുന്നു. കാണിക്കാൻ പറ്റും. എന്തോ നേർച്ച എന്തോ ആണ്. നമ്മളെന്തായാലും പോവില്ല. ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോൾ ഫോട്ടോസ് എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പച്ചിന്റെ ഗൾഫ് ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്താലും നമുക്ക് ഓർമ്മകൾ ഫുള്ളായിട്ട് എടുക്കണം. ആടുജീവിതം നമുക്ക് നാളെ കാണിക്കുന്നല്ലേ. ഇപ്പച്ചിന്റെ ആടുജീവിതം നാളെ. പുതിയ എന്ത് ജീവിതം? ലോറി ജീവിതം. ഉപ്പച്ചിന്റെ ലോറി ജീവിത കഥ നാളെ നമ്മൾ യാസിൻ ഫാമിലി പറയുന്നത്. ഈ SLC വിശേഷം ഇവിടെ അവസാനിപ്പിക്കാം. അതുപോലെ ഇന്ന് A+ നേടിയ എല്ലാ കുട്ടികൾക്കും എന്ത് റിസൾട്ടാ? അപ്പം ഇന്ന് A+ നേടിയതും ജയിച്ചവരും തോറ്റവരായിട്ടും തോറ്റിട്ടുണ്ടാവില്ല. ഒരു 10 കുട്ടികൾ എങ്ങനെ ആയിരിക്കും തോറ്റിട്ടുണ്ടാവുക. കുഞ്ഞാവന്റെ SLC അറിയുമ്പോ കുഞ്ഞാന്റെ ടീച്ചറെ തന്നെ ഓർമ്മ വരും. അപ്പം സജിത ടീച്ചറെ. പിന്നെ ആരും ഭാവി ഒന്ന് വീഡിയോ എടുത്താ കുട്ടികൾക്ക് ഞാനൊരു ആശംസ പറയട്ടെ. ഇന്ന് SLC പാസ്സായ എല്ലാ കുട്ടികൾക്കും നമ്മളെ വക തംസപ്പ്. ഇനി ഉയരങ്ങളിലെത്തട്ടെ. പിന്നെ തോറ്റവരും പേടിക്കണ്ട. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഉന്നത നിലയിലെത്തും. അതിന്റെ ഉദാഹരണമാണ് ഞാൻ അത്ര ഉന്നത ലെവലിലെത്തിന്നല്ല, എന്നാലും നമ്മളൊരു അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം അത് കുഴപ്പമില്ല, ആൾക്കാർ കണ്ടോളൂ. അപ്പൊ ഗൈസ് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ബൈ സലാം.